വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ബിഗിനേഴ്സിനെ പോലും വളർത്താൻ സാധിക്കുന്ന ക്രോട്ടോൺസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് തനു. 100ഓളം വെറൈറ്റീസിൽ പെട്ട ക്രോട്ടോൺ പ്ലാന്റ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീട്ടിലുള്ള 5 ക്രോട്ടോൺ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ക്രോട്ടോൺ പ്ലാന്റ്സ് ഇൻഡോറും ഔട്ട്ഡോറും വെക്കാനായിട്ട് സാധിക്കും. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വച്ചാൽ മാത്രമേ ഈ ലീവ്സിലുള്ള വാരിഗേഷൻസ് നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ക്രോട്ടോൺ പ്ലാന്റ്സും ഞാൻ വെയിലത്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ യെല്ലോ കളറ് നമ്മൾ തണലത്ത് കൊണ്ടുപോയി വയ്ക്കുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് ഫെയ്ഡായി പോകും. എന്നിട്ട് ആ ലീവ്സ് ഗ്രീൻ കളറായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ചട്ടിയിൽ ഒരു ചെറിയ സ്പേസിലാണ് നമ്മൾ ഈ ഒരു ക്രോട്ടോൺ നട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ക്രോട്ടോൺ പ്ലാന്റ്സ് ഇൻഡോർ ആയിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ഒന്ന് വെയിൽ കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും. ബ്രൈറ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ ക്രോട്ടോൺ പ്ലാന്റ്സ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ക്രോട്ടോൺ പ്ലാന്റ്സിന് പെട്ടെന്ന് അങ്ങനെ അസുഖങ്ങളൊന്നും വരുന്നതായിട്ട് കണ്ടിട്ടില്ല. എങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട് അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ലീവ്സൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ ലീവ്സ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതിന് ഒരു റീസൺ എന്ന് പറയുന്നത് ഓവർ വാട്ടറിങ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു ചട്ടിയിലാണ് ക്രോട്ടോൺ പ്ലാന്റ് നട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ചട്ടിയിലെ സോയിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതിനായിട്ട് നമ്മുടെ ഫിംഗേഴ്സ് കൊണ്ട് നമുക്ക് ആ മണ്ണിലൊന്ന് തൊട്ട് നോക്കിയാൽ മതി. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ അന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ആയിട്ട് തോന്നുന്ന സമയത്ത് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ലീവ്സ് ചീഞ്ഞു പോകാനുള്ള മറ്റൊരു കാരണം ഓവർ ഫെർട്ടിലൈസിങ് ആവാം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ അധികമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇലകൾ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ക്രോട്ടോൺ പ്ലാന്റ്, അതായത് ഗ്രീനിൽ യെല്ലോ ഡോട്ട്സ് ഉള്ള ഈ ഒരു ക്രോട്ടോൺ പ്ലാന്റ് ധാരാളമായിട്ട് ഞങ്ങൾ വാഗമൺ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ പ്രോപ്പർട്ടികൾ തമ്മിൽ വേലി പോലെയൊക്കെ കെട്ടുന്ന സ്ഥലത്ത് ധാരാളമായിട്ട് ഈ ക്രോട്ടോൺ പ്ലാന്റ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ ക്രോട്ടോൺ പ്ലാന്റ് കൊണ്ടുവന്നത് ഞങ്ങളുടെ അമ്മൂമ്മയുടെ അടുത്തു നിന്നാണ് കേട്ടോ, തൃശ്ശൂരുള്ള അമ്മൂമ്മയുടെ അടുത്തു നിന്നാണ്. ഞങ്ങൾ വാഗമൺ പോയപ്പോൾ ഷൂട്ട് ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരികയാണ്. കണ്ടോ, ഞങ്ങൾ വീട്ടിൽ നട്ടിരുന്ന അതേ ഒരു ചെടിയാണിത്. ഇവിടെ നല്ല വെയിലത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു യെല്ലോയിഷ് കളറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ലീവ്സൊക്കെ നല്ല യെല്ലോ ആയിട്ട് വന്നിട്ടുണ്ട്. ലീവ്സിൻ്റെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാരിഗേഷൻസ് നമുക്ക് എടുത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ശരിക്കും ക്രോട്ടോൺ പ്ലാന്റ്സ് ധാരാളമായിട്ട് നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ഓൺലൈനായിട്ട് ഇതിൻ്റെ പ്രൈസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നഴ്സറീസിലുമൊക്കെ ക്രോട്ടോൺ പ്ലാന്റ്സ് നല്ല എക്സ്പെൻസീവ് ആണ്. 250 മുതൽ മുകളിലോട്ട് പ്രൈസ് വരുന്നുണ്ട് ക്രോട്ടോൺ പ്ലാന്റ്സിന്. ഒരു ലാർജ് സൈസ് ആയിട്ടുള്ള ക്രോട്ടോൺ പ്ലാന്റ്സിന് 500 റേഞ്ചിലൊക്കെ വരാറുണ്ട്. അധികം ഫെർട്ടിലൈസർ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. എങ്കിൽ കൂടി നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ കിച്ചൺ വേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ എല്ലാ ചെടികൾക്കും ഞാൻ ഓർഗാനിക് ആയിട്ടുള്ള മാനുവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബനാന പീൽ അഥവാ പഴത്തിൻ്റെ തൊലി വെള്ളത്തിൽ 2-3 ദിവസം ഒന്ന് ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കിച്ചണിലുള്ള വേസ്റ്റ്, അതിപ്പോൾ മുട്ടയുടെ തോടോ ഉള്ളിയുടെ തൊലിയോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പറ്റുമെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്ക് വെള്ളത്തിലിട്ടൊന്ന് പുളിപ്പിച്ചതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. സപ്പോസ് നമുക്ക് നല്ല ബുഷി ആയിട്ടുള്ള ഒരു ചെടിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ ക്രോട്ടോൺ പ്ലാന്റ് കുറച്ചൊരു ഹൈറ്റ് എത്തുമ്പോൾ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വെട്ടിക്കൊടുത്ത ആ ഒരു സ്ഥലത്ത് നിന്ന് പുതിയ ശകലങ്ങൾ ഉണ്ടായിട്ട് നല്ല ബുഷി ആയിട്ട് നമ്മുടെ പ്ലാന്റ് മാറി കിട്ടും. നമ്മൾ വെട്ടിയെടുത്ത ആ പീസ് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് മണ്ണിൽ തന്നെ കുത്തിയിട്ട് പുതിയ പ്ലാന്റ് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രൊപ്പഗേഷൻ, ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷൻ അങ്ങനെ തന്നെയാണ്. കമ്പ് വെട്ടി മണ്ണിൽ നട്ടാൽ പുതിയ ക്രോട്ടോൺ പ്ലാന്റ് നമുക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 5 ക്രോട്ടോൺ പ്ലാന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരുള്ള അമ്മൂമ്മയുടെ അടുത്ത് ഇതിൽ കൂടുതൽ വെറൈറ്റീസ് ഓഫ് ക്രോട്ടോൺ പ്ലാന്റ്സ് ഉണ്ട്. തൃശ്ശൂർ പോകുന്ന ഒരു ദിവസം തീർച്ചയായിട്ടും കൂടുതൽ ക്രോട്ടോൺ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് തനു. ബൈ.